$50,000 ഇനിയപ്പോ കിട്ടിയാല കൊടുത്തു നോക്കാം. 25,000 ഡെബിറ്റഡാ. എന്താണ്? നിങ്ങൾക്ക് ഇതുപോലെ അറിയാത്ത ഏതെങ്കിലും ഇമെയിലിൽ നിന്നോ അല്ലെങ്കിൽ നമ്പറിൽ നിന്നോ മെസ്സേജോ ഇമെയിലോ വന്നിട്ടുണ്ടോ? എന്നിട്ട് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ലീക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും പല ആപ്ലിക്കേഷൻസ് ഹാക്കായി, ഡാറ്റ ലീക്കായി എന്നൊക്കെ. ഈവൻ വലിയ കമ്പനീസ് വരെ ഈ ഹാക്കേഴ്സിന്റെ ഈ അറ്റാക്കിന് ഇരയായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഹാക്കേഴ്സ് ഈ അറ്റാക്ക് ചെയ്യുന്നത്? നമ്മൾ ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അലോ കുക്കീസ് എന്നൊരു ഓപ്ഷൻ കാണാറില്ലേ? നമ്മൾ അലോ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഈ ഒരു കുക്കീസും ഈ ഹാക്കിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ പല ഇൻഫർമേഷനും ഈ ഹാക്കേഴ്സ് എങ്ങനെയാണ് ഹാക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. സോ ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. ഈ കുക്കീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് റിലേറ്റഡ് ഒരു ഇൻഫർമേഷൻ ഈ ഒരു ബ്രൗസർ നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഈ കുക്കീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തു. ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ലോഗിൻ ചെയ്തതിന്റെ ചെറിയൊരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രൗസർ നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് ടൈം നമ്മൾ സെയിം വെബ്സൈറ്റിലോട് കയറുന്ന സമയത്ത് ഈ കുക്കീസ് പരിശോധിച്ച് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്ത് ആ വെബ്സൈറ്റിലോട് കയറുന്നത്. ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു വെബ്സൈറ്റിലോട്ട് കയറി ലോഗിൻ ചെയ്തു. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കുക്കീസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് ആൾക്ക് ലോഗിൻ ചെയ്തൂടെ? ആ ഒരു വെബ്സൈറ്റിലോട്ട് കയറിക്കൂടെ? എന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തൂടെ? ഡാറ്റ എടുത്തൂടെ? അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഡിവൈസിൽ നിന്ന് എടുക്കാൻ പറ്റുക? അപ്പൊ അതിന് പല വഴികളുണ്ട്. അതിലൊന്നാണ് ഇൻഫോ സ്റ്റീലർ മാൽവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്. ഈ ഒരു വൈറസ് നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് നോർമൽ വൈറസ് പോലെ സ്പ്രെഡ് ആവുകയും ചെയ്യും, ഫയൽസ് ആക്സസ് ചെയ്യും, ഡാറ്റ എടുക്കും, നശിപ്പിക്കും ഒക്കെ ചെയ്യാം. അപ്പൊ ഈ ഒരു ഇൻഫോ സ്റ്റീലർ മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മാൽവെയർ ഈ ഒരു കുക്കി ഡാറ്റ ആക്സസ് ചെയ്യും. ശേഷം ഈ ഡാറ്റ എടുത്ത് ഈ ഹാക്കറിന് അയച്ചു കൊടുക്കും. അപ്പൊ ഓൾറെഡി ഈ ഹാക്കർ ഈ ഒരു മാൽവെയറിന്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു കുക്കി ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് ഇത് സെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ ഒരു ഹാക്കറിന് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹാക്കർ ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഹാക്കറിനും ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ ആപ്ലിക്കേഷന്റെ പല ഡാറ്റയും അവരെടുക്കും. ഈ രീതിയിലാണ് ഈ ഹാക്കിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു മാൽവെയർ നമ്മൾ സിസ്റ്റത്തിലോട്ട് എൻട്രി ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ സിസ്റ്റത്തിലോട്ട് ഇത് എത്തുന്നത്? അതിന് പല വഴികളുണ്ട്. അതിലൊന്നാണ് ഫിഷിംഗ്. അതായത് നമ്മളിപ്പോ മീനിന് ചൂണ്ടയിടുന്നത് പോലെ ഈ ഹാക്കേഴ്സ് ഈ യൂസേഴ്സിന് വേണ്ടി ചൂണ്ടയിട്ട് കൊടുക്കും. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഒരു ഇമെയിൽ ഫിഷിംഗിന് എക്സാമ്പിൾ ആയിരുന്നു. അതായത് നമ്മളെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ ആകർഷിച്ചുകൊണ്ട് ഇവർ പല രീതിയിൽ ഇമെയിൽ അയക്കും. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പല ഇൻഫർമേഷനും കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവർ ഡാറ്റ എടുക്കുന്നത്. ഈ ഫിഷിങ്ങിനെ പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അതിനു മുന്നേ ഈ ഹാക്കേഴ്സ് ഒരു കമ്പനീനെ അറ്റാക്ക് ചെയ്ത ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് 2022 ഒക്ട എന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിക്കെതിരെയാണ് ഈ അറ്റാക്ക് നടന്നത്. ഈ ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓതന്റിക്കേഷന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സൈൻ വിത്ത് ഗൂഗിൾ എന്ന് കാണാറില്ല, അതുപോലെ തന്നെ നമുക്ക് സൈൻ വിത്ത് ഒക്ട നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ് ഈ ഒക്ട എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് അവർ ഓതന്റിക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇവരെ അറ്റാക്ക് ചെയ്ത് ഈ ഡാറ്റ ലീക്ക് ചെയ്യാൻ വേണ്ടി ഈ ഹാക്കേഴ്സ് അറ്റാക്ക് ചെയ്തു. അത് അറ്റാക്ക് ചെയ്ത് ഇവരെ ഡയറക്റ്റ് അല്ല, പകരം ഈ ഒക്ട എന്നുള്ള ഈ ഒരു കമ്പനി അവരെ കസ്റ്റമർ സപ്പോർട്ടിന് വേണ്ടി വേറൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ ഒബ്വിയസ്ലി ഈ ഒരു ഒക്ടയുടെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറെയാണ് ഈ ഹാക്കേഴ്സ് ടാർഗറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു എഞ്ചിനീയറിന്റെ ലാപ്ടോപ്പിൽ കടന്നുകൂടി അതിൽ നിന്നും ഒക്ടയുടെ ഇൻഫർമേഷൻ ഇവർ എടുത്തു. ശേഷം ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ ഒക്ടേനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഈ ഒക്ടയുടെ അഡ്മിൻ ആക്സസ് കിട്ടി, ഇവരെ ഡാറ്റയൊക്കെ ലീക്കായി. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ഒക്കെ ചെയ്ത് വലിയ ന്യൂസ് ഒക്കെ ആയി. അങ്ങനെ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ആ സമയത്ത് ഈ കസ്റ്റമേഴ്സിന് ഈ ഒക്ട എന്നുള്ള സോഫ്റ്റ്വെയറുള്ള ട്രസ്റ്റ് ഒക്കെ കുറയാൻ തുടങ്ങി. പക്ഷേ ഇവര് കൂടുതൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ഫ്യൂച്ചറിൽ ഇനി ഒരു ഇഷ്യൂ വരില്ല എന്ന് ഇവർ ഉറപ്പ് തന്നു. അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ പല കമ്പനീസിനെതിരെയും പല വ്യക്തികൾക്കെതിരെയും ഹാക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഫിഷിംഗ്, അതായത് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാക്കേഴ്സ് ഈ യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന്റെ ക്രെഡൻഷ്യൽസ് ആയിരിക്കാം. ചില സമയത്തൊക്കെ ഇപ്പൊ നേരത്തെ കണ്ട പോലെ നമ്മൾ എന്തെങ്കിലും വിൻ ചെയ്തു, ഇത്ര ക്യാഷ് കിട്ടും, അപ്പൊ ആ ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കും. അപ്പൊ ആ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞാൽ അവരത് യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇവർ ഈ മെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റർ ചെയ്തു. ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിൻ ചെയ്തു, ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ട്,
വരുന്നുണ്ട്, അതിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞ് അയക്കാം. അപ്പൊ നമ്മളിത് കണ്ട് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ ആ ബാങ്കിന്റെ അതേ വെബ്സൈറ്റിന്റെ ഡിസൈൻ ആയിരിക്കും. അത് ഈ ഹാക്കർ ഒരു ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ വെബ് പേജ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ആ ലിങ്കും ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ആ ലിങ്കിൽ ചിലപ്പോൾ ചിലത് മാറ്റം ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ആ UA മാത്രം നോക്കി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് അവർ കിട്ടുകയാണ്. ഇനി വേറെ കേസ്, നമ്മളിപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ഇമെയിലിൻ്റെ ഉള്ളിൽ എന്തൊരു അറ്റാച്ച് ചെയ്ത ഫയൽസ് ഉണ്ടായിരിക്കും, അത് അറിയാതെ ഡൗൺലോഡ് ചെയ്യും. ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഫയൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് വരികയാണ്. ചിലപ്പോൾ ആ ഫയലിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ ഇൻഫോ സ്റ്റീലർ മാൽവെയർ ഉണ്ടാവും. അത് നമ്മളെ സിസ്റ്റത്തിലോട്ട് കടന്നുകൂടുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ഇൻഫോ സ്റ്റീലർ മാൽവെയർ, ഈ വൈറസ് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ എത്തുന്നത്? ഇതാണ് കാരണം. നമുക്ക് കിട്ടുന്ന ഈ സ്കാം ഇമെയിൽസ്, ഇതിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കുകൾ, ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ്, ഇതിൽ നിന്നെല്ലാം ഈ ഒരു മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കയറും. അങ്ങനെ കയറി കഴിഞ്ഞാൽ ഈ ഒരു മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിനുള്ള ഇൻഫർമേഷൻ എടുക്കും. നേരത്തെ പറഞ്ഞില്ലേ കുക്കി എടുക്കുന്നത്, അങ്ങനെ എടുത്ത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജോ വിത്ത് ലിങ്ക് വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ അത് ഒഫീഷ്യൽ ലിങ്ക് ആണോ എന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ച് ബാങ്ക് റിലേറ്റഡ് ഇമെയിൽസ് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒഫീഷ്യൽ സൈറ്റുകളല്ലാത്ത സൈറ്റിൽ നിന്നും ഈ ആപ്ലിക്കേഷൻസോ മറ്റ് സിപ്പ് ഫയൽസോ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതും വളരെ കെയർഫുൾ ആയിരിക്കണം. ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഫയലിന്റെ ഉള്ളിൽ ഈ മാൽവെയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത്തരം ഇൻസിഡന്റ് നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സെക്യൂരിറ്റി കൊണ്ടുവരാൻ ഈ അടുത്ത കാലത്ത് ക്രോം എന്നുള്ള ബ്രൗസർ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരും. അതായത് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുക്കീസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ കുക്കീസ് സ്റ്റോർ ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് രൂപത്തിലാക്കി. അത് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഫർമേഷൻ നമ്മൾ വേറൊരു രൂപത്തിലാക്കി സ്റ്റോർ ചെയ്യും. ഇപ്പൊ എൻക്രിപ്റ്റ് ചെയ്ത ഒരു ഡാറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേയില്ല, അത് ഡയറക്റ്റ് നമുക്ക് എവിടെ യൂസ് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ എൻക്രിപ്റ്റ് ചെയ്ത് ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൻക്രിപ്റ്റ് ചെയ്ത ആൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ അത് വേറെ ആൾ ഇപ്പൊ എടുത്തു കഴിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അതൊരു ആപ്പ് ബൗണ്ട് എൻക്രിപ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്രോം എന്നുള്ള ബ്രൗസർ ഒരു ഇൻഫർമേഷൻ അത് എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ ഡിവൈസിൽ, ഇപ്പൊ വേറൊരു ആപ്ലിക്കേഷൻ വന്നത് ആക്സസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ക്രോം അല്ലെങ്കിൽ നമ്മൾ ഡിവൈസ് അത് കൊടുക്കില്ല, അതിന് ആക്സസ് കൊടുക്കില്ല എന്നുള്ളതാണ് ആപ്പ് ബൗണ്ട് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ക്രോമിന് മാത്രമാണ് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വിൻഡോസിൽ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സെക്യൂരിറ്റിനെ പറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഡെവലപ്മെന്റ് പഠിക്കുകയായിരിക്കാം. എന്തൊക്കെയിരുന്നാലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡാറ്റ സെക്യൂർഡ് ആയിരിക്കുകയില്ല. അപ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ